കണിക്കൊന്ന പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗി. നോക്കൂ വാവേ, ഇവിടെ നോക്കൂ. ഒരുപാടുണ്ട്. വിഷുവിന് ഒരുപാട് ആളുകളാണ് ഇവിടെ നിന്ന് ഇത് പറിച്ചുകൊണ്ട് വിറ്റ് 10,000 ഉണ്ടാക്കിയത്. ഒരു കെട്ടിന് 50 രൂപ വെച്ചാണ് അവർ വിറ്റത്. എന്നിട്ടും ഒരുപാട് ബാക്കി. കണിക്കൊന്നൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സമയമാണ് വിഷു അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഭംഗിക്ക് ഇങ്ങനെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പണം നേടിക്കൊടുക്കുന്ന കണിക്കൊന്നക്ക് ആ ഒരു ദിവസത്തിൽ ഒരുപാട് പ്രത്യേകതയാണ്. അപ്പോൾ ഈ കാണുന്ന മരത്തിൽ നിന്നും ഒരുപാട് ആളുകൾ പറിച്ചുകൊണ്ട് പോയി ഒരു കെട്ടിന് 50 രൂപ വെച്ച് 10,000 കണക്കിന് രൂപ ഉണ്ടാക്കി. എന്നിട്ടും ബാക്കിയുണ്ടോ? ഒരുപാടുണ്ട്. ഇത് വലിയൊരു മരമാണ്. ഇത് ആർക്കും കയറി പറിക്കാം. അപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു മരമാണ്. പക്ഷെ ഒരുപാട് പൂക്കളുണ്ടായി. പറിച്ചെടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല, ഒരാളും ചോദിക്കാൻ വരില്ല. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ തെരുവിലൊക്കെ നടക്കുന്ന ആളുകൾ, ഒരു ഗതിയില്ലാത്ത ആളുകൾ, റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ച് ആ സമയത്ത് മദ്യം കഴിക്കുക, അല്ലെങ്കിൽ അവരുടെ സിഗരറ്റ് വലിക്കുക, ഭക്ഷണം കഴിക്കുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ കണ്ടെത്തിയൊരു മാർഗം. ഇവരിത് പറിച്ചിട്ട് ഈ റോഡിൽ തന്നെ ഇരുന്ന് വിറ്റു. ഒരു കെട്ടിന് 50 രൂപ വെച്ച് വിറ്റു. ഒരു കെട്ടെന്ന് പറയുമ്പോൾ ഒരു 4-5 കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഒരുപാട് പൈസ ഉണ്ടാക്കി. എന്തിനൊരു സമയമുണ്ട്, ഏതിനൊരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു സമയമായിരുന്നു ആ വിഷുദിനത്തിൻ്റെ തലേ ദിവസം. ഇതിങ്ങനെ വെറുതെ നല്ലൊരു ഭംഗിയായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. കണ്ടോ, ഈ മരം നിറയുണ്ട്. ആർക്ക് വേണമെങ്കിലും പറിക്കാം, ആരും തടസ്സം ചെയ്യും. കാര്യം ഇത് റോഡിൽ പിടിച്ചു വന്ന് വലുതായി നിൽക്കുന്നൊരു മരം.